ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു പുസ്തകത്തെ പറ്റി പറയുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ പുസ്തകങ്ങൾ വായിച്ചു തുടങ്ങിയത് എൻ്റെ ചെറുപ്പകാലം തൊട്ടാണ്. എൻ്റെ ചെറുപ്പകാലത്ത് കേട്ടെഴുത്ത് എന്ന് പറയുന്ന ഒരു രീതി സ്കൂളുകളിലുണ്ടായിരുന്നു. 1-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ തറ, പറ, പന, കോടാലി എന്നൊക്കെ ടീച്ചർമാർ പറയുകയും അത് കേട്ട് നമ്മൾ പേപ്പറിൽ അത് എഴുതുകയും ചെയ്യുന്നതായിരുന്നു രീതി. ഇന്നത് ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല. അപ്പോൾ എൻ്റെ അക്ഷരങ്ങൾ പലപ്പോഴും തെറ്റാറുണ്ടായിരുന്നു. അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി എനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്ന ഒരു മാർഗ്ഗമായിരുന്നു. വീട്ടിലന്ന് സ്ഥിരമായി മലയാള ആഴ്ചപ്പതിപ്പുകൾ വരുത്തുന്നു. മലയാള മനോരമ, മംഗളം, വീക്കിലികൾ അത് വായിക്കുക എന്നുള്ളതായിരുന്നു. ആദ്യമൊക്കെ കൂട്ടി വായിക്കാൻ വളരെ ബുദ്ധിമുട്ട് ഞാൻ നേരിട്ടെങ്കിലും പിന്നീട് വളരെ എളുപ്പമായി എനിക്കത് വായിക്കാൻ സാധിച്ചു. പിന്നീട് ബാലമംഗളം, ബാലഭൂമി, ബാലരമ, കളിക്കുടുക്ക അങ്ങനെ അനവധി പുസ്തകങ്ങൾ ചെറുപ്പകാലത്ത് ഞാൻ വായിക്കുമായിരുന്നു. വായനയിൽ നിന്ന് ഞാൻ കഥാരചന, കവിതാരചന ഇങ്ങനെയുള്ള പല വിനോദങ്ങൾക്കും ഞാൻ സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പങ്കെടുക്കുവാൻ സാധിച്ചു. പിന്നെ മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് അതുപോലെ മംഗളം ആഴ്ചപ്പതിപ്പ് അതിലെ ചിത്രങ്ങൾ കണ്ട് ആണ് എനിക്ക് ചിത്രം വരയ്ക്കാനുള്ള ഒരു താല്പര്യം എൻ്റെ കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നു. സ്കൂളുകളിൽ പലപ്പോഴും കോമ്പറ്റീഷനിൽ പങ്കെടുക്കുകയും ചിത്രരചനയിൽ സമ്മാനങ്ങൾ ലഭിക്കുകയും എനിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പുസ്തകം വായിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. ക്ഷമയോടുകൂടി വായിക്കുക എന്നത് മാത്രമല്ല, നമുക്ക് പുതിയ അക്ഷരങ്ങളും വാക്കുകളും ഒക്കെ പുസ്തകം വായനയിലൂടെ നമുക്ക് ലഭിക്കും. ഇന്ന് പുസ്തകം വായിക്കുക ഓൺലൈനിൽ നമുക്ക് ലഭ്യമാകുന്ന ഒരു കാര്യമാണ്. ഞാൻ വളരെ ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഒരു 2011-12 കാലഘട്ടത്തിൽ വായിച്ചൊരു പുസ്തകമാണ് ഫ്രാൻസിസ് ഇറ്റിക്കൊര എന്ന് പറയുന്നത്. 2009 ഇറങ്ങിയ ഈ പതിപ്പ് ആ കാലഘട്ടത്തിൽ ഞാൻ വളരെ കുറച്ച് ഭാഗങ്ങൾ അല്ലെങ്കിൽ കുറച്ച് പേജുകൾ മാത്രമാണ് വായിച്ചിരുന്നത്. എന്നാൽ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അന്നത്തെ കാലത്ത് അതൊരു സാങ്കല്പിക കഥയായി തോന്നിയിരുന്നെങ്കിലും പിന്നീട് ലൂസിഫർ എന്ന സിനിമ കണ്ടതിന് ശേഷം ഞാനത് പൂർണ്ണമായും ഫ്രാൻസിസ് ഇറ്റിക്കൊര വായിക്കുവാനിടയായി. അതിനുശേഷം ഈ അടുത്ത കാലത്ത് കോരപ്പാപ്പാന് സ്തുതിയായിരിക്കട്ടെ എന്ന പുസ്തകവും ഇറങ്ങി. അതും എനിക്ക് വായിക്കുവാൻ സാധിച്ചു. ശരിക്കും ലൂസിഫർ എന്ന സിനിമ കണ്ടപ്പോൾ ഇലുമിനാറ്റി എന്ന ഒരു സാങ്കല്പിക ലോകത്തെപ്പറ്റി നമുക്ക് കേൾക്കുവാനും കാണുവാനും സാധിച്ചു. അതേസമയം 2009 ഇറങ്ങിയ ഈ പുസ്തകം ഫ്രാൻസിസ് ഇറ്റിക്കൊര എന്ന ഈ പുസ്തകത്തിൽ ഇലുമിനാറ്റി എന്ന ഒരു സാങ്കല്പിക ലോകത്തിനോട് സാദൃശ്യമായ ഒരു മനുഷ്യ സമൂഹത്തെ നമുക്ക് കാട്ടിത്തരുവാൻ ഈ കഥാകൃത്തിന് സാധിച്ചു. ഇത് നല്ല ഫ്രാൻസിസ് ഇറ്റിക്കൊരയ്ക്ക് ശേഷം ഇറങ്ങിയ കോരപ്പാപ്പാന് സ്തുതിയായിരിക്കട്ടെ എന്ന് പറയുന്ന ഈ പുസ്തകത്തിൻ്റെ പതിപ്പിൻ്റെ പുറംചട്ടയാണ്. വളരെ രസകരമായി തന്നെ വളരെ ഭംഗിയായി തന്നെ ഗ്രന്ഥകർത്താവ് ഈ പുസ്തകം രചിക്കുകയുണ്ടായി. രാഷ്ട്രീയവും കലയും സാംസ്കാരികവും രതിയും